ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ ഞാൻ എൻ്റെ കണ്ടൻറ്റിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈവിൽ ഞാൻ 2K സബ് ആകുമ്പോഴത്തേക്കിന് ഒരു ഗിവ് അവേ അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലൈവിൽ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. അപ്പം ഞാൻ ഇന്ന് ഈ ലോങ് വീഡിയോ ചെയ്യുന്നത് ആ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് രണ്ടാമത്. ഈ ഗിവ് അവേനെ കുറിച്ച് എന്താണ് അതിൻ്റെ റൂൾസ്, ആർക്കൊക്കെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എങ്ങനെയാണ് വിന്നറിനെ ചൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പോയിന്റ്, ആർക്കൊക്കെ ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഷുവറായിട്ടും കൂടാതെ പറയാം. എന്നെ സബ് ചെയ്തിട്ടുണ്ടാവണം അല്ലേ, എന്നെ സബ് ചെയ്തിട്ടുണ്ടാവണം. ഞാൻ രാവിലെയും വൈകിട്ടും ഓരോ ലൈവ് വീതമാണ് ചെയ്യുന്നത്. ആ 2 ലൈവിലും എന്നെ വന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഞാൻ ലൈവ് ചെയ്യുന്ന ടൈം ഒന്നുകൂടെ പറയാം. മോർണിംഗ് 10 മണിക്ക് ശേഷം ഈവനിങ് 6:30 PM ഹയസ്റ്റ് ടൈമാണ് കേട്ടോ പറയുന്നത് ഞാൻ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗിവ് അവേ പീരീഡിൽ മാത്രം വന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഗിവ് അവേ കിട്ടുമായിരിക്കും. പക്ഷേ മുന്നോട്ടുള്ള ഗിവ് അവേയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ലൈവിലും വന്ന് സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് റൂൾ എന്താണ്? എന്നെ സബ് ചെയ്തിട്ടുണ്ടാവണം. എൻ്റെ ലൈവിൽ രാവിലെയും വൈകിട്ടും വന്ന് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. അതായത് മാക്സിമം കമൻറ്റ് ഇടുക, ലൈക്ക് ഇടുക, എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ഇടുന്നവരായിരിക്കണം. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, കുറച്ച് പേർക്ക് വിഷമമുണ്ടാവും, ബട്ട് സോറി ടു സേ, എനിക്ക് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. എൻ്റെ ചാനലിലെ മോഡറേറ്റർമാർക്കൊന്നും ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ചാനലിലെ മോഡറേറ്റേഴ്സ് അല്ലാത്തവർക്കാണ് ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം. നമ്മൾ എങ്ങനെയാണ് വിന്നറിനെ ചൂസ് ചെയ്തതെന്നുള്ളതാണ്. വിന്നറിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ആ ഷോർട്ട് വീഡിയോ ഗിവ് അവേ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. ഇപ്പോൾ ഞാൻ എല്ലാ റൂൾസും ഒക്കെ മെൻഷൻ ചെയ്ത് ഈ ഒരു വീഡിയോ ഇടുന്നില്ലേ, ഇതിൻ്റെ ഒരു ഷോർട്ട് വേർഷനായിരിക്കും ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നുണ്ടാവുക. ആ ഷോർട്ട് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന, കമൻറ്റ് ഇടുന്ന വ്യക്തിയെയായിരിക്കും ഞാൻ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ആ ഷോർട്ട് വീഡിയോയിൽ നല്ല നല്ല കമൻസ് ഇടുക. ആ കമൻസിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ഇനെയായിരിക്കും വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഗിവ് അവേ നടക്കുന്ന സമയത്തെ ആ വീഡിയോയ്ക്ക് മാത്രം വന്ന് കമൻറ്റ് ഇട്ടാൽ പോരെ, ഇപ്പോഴേ ഞാൻ എന്തിനാ വന്നിട്ട് ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ വെറും മിഥ്യാധാരണ മാത്രമാണ്. എനിക്ക് കമൻറ്റ് കാണുമ്പോൾ മനസ്സിലാവണം ഈ വ്യക്തി എന്നെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. എനിക്ക് അത്യാവശ്യം ആൾക്കാരുടെ പേരൊക്കെ അറിയാമല്ലോ, ഡെയിലി വരുന്നവരുടെ പേരുകൾ എനിക്ക് നല്ല വൃത്തിക്കറിയാം. ചിലപ്പോൾ സ്ഥലവും കാര്യങ്ങളും എന്താ ചെയ്യണമെന്ന് ഓർമ്മയുണ്ടാവില്ല, ബട്ട് എൻ്റെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തവർ എനിക്ക് നല്ല ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റിലെ പേര് ഞാൻ ഫസ്റ്റ് നോക്കും. എന്നെ വന്ന് ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നവരാണോ എന്ന് ഞാൻ നോക്കിയിട്ട് മാത്രമേ ബാക്കി ഞാൻ വിന്നറിനെ ചൂസ് ചെയ്യും. ഇൻ കേസ് നിങ്ങളുടെ കമൻറ്റിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയെന്ന് വെക്കാം, പക്ഷേ നിങ്ങൾ എന്നെ സബ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഗിവ് അവേ ടൈമിലെ വീഡിയോയ്ക്ക് മാത്രമേ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ നിങ്ങളെ വിന്നറായിട്ട് ചൂസ് ചെയ്യില്ല കേട്ടോ. അടുത്ത ആളെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഗിവ് അവേ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 2K ആവുന്ന സമയത്താണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2K സബ് ആവുന്ന ടൈമിലായിരിക്കും ആ ഷോർട്ട് വീഡിയോ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഷോർട്ട് വീഡിയോയ്ക്ക് നിങ്ങൾ മാക്സിമം നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് ഇടുക. കമൻറ്റ് ഇടുമ്പോൾ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, അതിനകത്ത് ഇമോജീസ് മാത്രം ഉള്ള കമൻറ്റ്സ് ഇടാൻ പാടില്ല. നിങ്ങളുടെ കമൻസിനകത്ത് ഇമോജീസ് ഇൻക്ലൂഡ് ചെയ്തോ കുഴപ്പമില്ല, പക്ഷേ ഇമോജീസ് മാത്രം വെച്ചിട്ടുള്ള കമൻറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം വിന്നർ ക്രൈറ്റീരിയ ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിലും വന്ന് ചോദിക്കാവുന്നതാണ്. ലൈവ് ടൈം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ത്യൻ ടൈം 10 മണിക്ക് ശേഷവും വൈകിട്ട് 6:30 ശേഷവുമാണ് ഞാൻ ലൈവ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാവുന്നതാണ്. എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. നമ്മളുടെ ഗിവ് അവേ അടിച്ചുകൊണ്ട് പോവുക. മനസ്സിലായല്ലോ? ക്യാഷ് പ്രൈസ് ആണ്, ഓർമ്മ വെച്ചു. ക്യാഷ് പ്രൈസ് ആണ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. എമൗണ്ടും കാര്യങ്ങളൊക്കെ എത്ര നമ്മൾ ഓൾറെഡി ലൈവിലൊക്കെ കുറച്ചൊക്കെ സിഗ്നൽ തന്നിട്ടുണ്ട്. എന്നാലും 2000 രൂപയ്ക്ക് മേളിലായിരിക്കും കേട്ടോ. എമൗണ്ടൊക്കെ നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാതെ
നമ്മുടെ ഗീവ് അവേ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.